ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തോറ്റു തുടങ്ങുക എന്നത് മുംബൈ ഇന്ത്യൻസ് ശീലമാക്കിയിട്ട് നാളുകളേറെയായി. 2012 ശേഷം ആദ്യത്തെ ഒരു മത്സരം പോലും മുംബൈക്ക് ജയിക്കാനായിട്ടില്ല. ഈ പതിവ് തെറ്റിക്കാതെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും മുംബൈ ഇന്ത്യൻസ് തോൽവി നേരിട്ടിരിക്കുകയാണ്. 4 വിക്കറ്റിനാണ് കരുത്തരായ മുംബൈയുടെ തോൽവി. മുംബൈ ഇന്ത്യൻസ് തോറ്റ മത്സരത്തിൽ എല്ലാവരുടെയും കയ്യടി നേടിയത് മുംബൈയുടെ യുവതാരമായ വിഘ്നേഷ് പുത്തൂരാണ്. ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇതുവരെ അധികമാരും കേൾക്കാത്ത പേരാണ് വിഘ്നേഷ് പുത്തൂരിൻ്റേത്. കേരളത്തിന്റെ മലപ്പുറംകാരനായ വിഘ്നേഷ് ആദ്യ മത്സരത്തിലൂടെ തന്നെ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് 11ലേക്ക് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി എത്തിയ താരം നായകൻ ഋതുരാജ് ഗെയ്ക്വാദ്, ശിവൻ ദുബെ, ദീപക് ഹൂഡ എന്നീ 3 പ്രധാന വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. CSKയെ സമ്മർദ്ദത്തിലാക്കാൻ മലയാളി താരത്തിനായി. അതുകൊണ്ട് തന്നെ മത്സരശേഷം MS ധോണി വിഘ്നേഷിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഹസ്തദാനം ചെയ്യുന്നതിനിടെ വിഘ്നേഷിന്റെ തോളത്ത് തട്ടി ധോണി അഭിനന്ദിക്കുന്നതും സ്നേഹത്തോടെ ധോണി താരത്തെ ചേർത്ത് പിടിക്കുന്നതും കാണാനായി. ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. ഏതായാലും മലയാളികൾക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ മലപ്പുറംകാരനായ വിഘ്നേഷ് പുത്തൂർ.